നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറും ഡിഗ്രിയും ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഉള്ള എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ 3 മെത്തേഡാണ് നമുക്കുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താണ്? വേരിയബിൾ സെപ്പറബിൾ ഫോം എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് എന്തെങ്കിലും സം dy ബൈ ഡി എക്സ് എന്നായിരിക്കുമല്ലോ തരുന്നത്. ഈ dy ബൈ ഡി എക്സ് ആയിട്ട് തരുന്നത് ഒരു എക്സിൻ്റെയും സം വൈൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണെങ്കിൽ, അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ദെൻ സം ജി ഓഫ് വൈ, ഏതോ ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് വൈ, അതിന് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ട് തരുവാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം ഇങ്ങനെയും വരാം, dy by dx is equal to f of x divided by g of y, ഇങ്ങനെ തരാം. അല്ലെങ്കിൽ dy by dx is equal to g of y divided by f of x, അങ്ങനെയും തരാം. അപ്പോൾ ഇതുപോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സ് വേറെ വൈ വേറെ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോഷ്യൻ്റ് ആയിട്ടോ തരികയാണെങ്കിൽ നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? എക്സ് ഉള്ളതിനെയൊക്കെ ഒരു ഭാഗത്തേക്കും വൈ ഉള്ളതിനെയൊക്കെ മറ്റൊരു ഭാഗത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കൂ, ഇതിൽ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ ഉള്ളത് ഡി വൈ ആണ് അല്ലേ. അപ്പോൾ ഈ ജി ഓഫ് വൈനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇനി ഇവിടെ ഉള്ളത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഡി എക്സും കൊണ്ടുപോകാം. അപ്പോൾ ഇത് എങ്ങനെയായിട്ട് മാറും? ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡി വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഡി വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് അല്ല, ഇവിടെ ജി ഓഫ് വൈ ആണ്. ഡി വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആക്കിയിട്ട് മാറും. ഇനി ഈ ഈ ഇക്വേഷനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിന് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തെടുക്കാം? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ, ജസ്റ്റ് എക്സ് വൈ എന്ന് മാത്രം എടുത്തു. ഒരു എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ വൈനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അതുപോലെ ഈ ഡി എക്സിനെ അപ്പുറത്തെ സൈഡിലോട്ടും കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എന്താ വരിക? dy ഡിവൈഡഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/y dy, എന്താണ് 1/y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോഗ് മോഡ് വൈ ആണ്. അതേപോലെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഒരു പ്ലസ് സി അവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. ലോഗ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇതിന് നമുക്ക് വേറൊരു രീതിയിലും കൂടെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിന്ന് വൈ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന്ന് വൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്പോണൻഷ്യലും ലോഗും കൂടെ വന്നാൽ നമുക്ക് എക്സ്പോണൻഷ്യലിൻ്റെ പവറിൽ ലോഗ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെ വരുന്ന ലോഗ് വരുന്നവിടെയൊക്കെ ആ ലോഗ് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരു എക്സ്പോണൻഷ്യൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? നമ്മൾ ബോത്ത് സൈഡ്സ് എക്സ്പോണൻഷ്യൽ എടുത്താൽ ഇ റൈസ് ടു ലോഗ് വൈ is equal to e raised to x square by 2 plus c എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ എക്സ്പോണൻഷ്യലും ലോഗും ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് y ആയിരിക്കും. y is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പോണൻഷ്യലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് e raised to x square by 2 into e raised to c എന്ന് എഴുതാം. ഓക്കെ, e raised to x square by 2 plus c എന്ന് പറഞ്ഞാൽ e raised to x square by 2 into e raised to c ആണ്. ഇനി അപ്പോൾ നമുക്ക് y ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ y is equal to ഇതുപോലെ കിട്ടി. ഇനി ഈ e raised to cക്ക് നമ്മൾ സം c1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താവും? y is equal to, ഇതൊരു കോൺസ്റ്റന്റിനെ അല്ലേ, അപ്പോൾ e raised to cക്ക് c1 എന്ന് കൊടുത്താൽ c1 e raised to x square by 2 എന്ന് കിട്ടും.
അപ്പം ഇതാണ് നമുക്ക് തന്ന എക്സ് വൈ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ആ പേരിൽ തന്നെ ഉണ്ട്. രണ്ട് വേരിയബിളിനെയും സെപ്പറേറ്റ് ചെയ്യുക ആദ്യം, എന്നിട്ട് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലോഗ് ഉണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഇട്ടിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to 1 plus x square into 1 plus y square എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, രണ്ടിനെയും നമ്മൾ വൈ ഉള്ളതിനെയൊക്കെ ഒരു ഭാഗത്തേക്കും എക്സ് ഉള്ളതിനെയൊക്കെ മറ്റൊരു ഭാഗത്തേക്കും ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, നമുക്ക് ഈ ഡി വൈയുടെ താഴേക്ക് ഈ 1 plus y സ്ക്വയറിനെ കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ ആവും, dy ഡിവൈഡഡ് ബൈ 1 plus y സ്ക്വയർ ഈക്വൽ ടു 1 plus x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നാവും. ഓക്കെ അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ രണ്ടും രണ്ട് സൈഡിലേക്കായി. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ dy ഡിവൈഡഡ് ബൈ 1 plus y സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 plus x സ്ക്വയർ ഡി എക്സ് എന്നായി. ഇനി 1 by 1 plus y സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് y വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ ഇൻ്റഗ്രൽ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. ഇനി നമുക്കിതൊന്ന് y കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ടാനിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഇൻവേഴ്സ് അല്ലേ ഉള്ളത്, അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവുക, ടാൻ ആവും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ. സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെപ്പറേറ്റ് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. sec സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് ഈക്വൽ ടു sec സ്ക്വയർ വൈ ടാൻ വൈ ഡി വൈ എന്നാണ്. അപ്പോൾ ആദ്യം ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപേ ഇതിന് രണ്ടിനെയും നമുക്ക് ഈ സാധനത്തിന് ഒന്ന് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, sec സ്ക്വയർ എക്സ് ടാൻ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് sec സ്ക്വയർ വൈ ടാൻ ബൈ ഡി വൈ എന്നാവും. ഓക്കെ, ഈ ഒരു ടേമിന് ജസ്റ്റ് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ പ്ലസ് മാറി മൈനസ് ആവും. ഇനി എന്താ ചെയ്യേണ്ടത്, എക്സ് ഒക്കെ ഒരു ഭാഗത്തും വൈ ഒക്കെ മറ്റൊരു ഭാഗത്തും കൊണ്ടുവരണം. ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം. sec സ്ക്വയർ വൈ ടാൻ വൈ ഇവിടെ ടാൻ എക്സ് ആണ് കേട്ടോ, ഇവിടെയാണ് ടാൻ വൈ, ഇവിടെ ടാൻ എക്സ്. അപ്പോൾ ഇവിടെ എന്താ വരാം, ടാൻ എക്സ് എന്ന് വരുവേ, ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതാണ് sec സ്ക്വയർ എക്സ് ടാൻ വൈ, ഇവിടെ sec സ്ക്വയർ വൈ ടാൻ എക്സ്. അപ്പോൾ ആദ്യം ഈ ടേമിനെ ഇവിടെ നിർത്തി ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്തൊക്കെയാണുള്ളത്, ഇവിടെ നമുക്ക് എക്സ് sec സ്ക്വയർ എക്സും ഉണ്ട് ഡി എക്സും ഉണ്ട്. അപ്പോൾ ഈ ടാൻ വൈനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഈ ടാൻ എക്സിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടുത്തെ എല്ലാം എക്സും ഇവിടുത്തെ എല്ലാം വൈയും ആവില്ലേ. അപ്പോൾ നോക്കിക്കോളൂ, എങ്ങനെ എഴുതേണ്ടത്, sec സ്ക്വയർ എക്സ് ഇതിൻ്റെ താഴെ ഡിവൈഡഡ് ബൈ ഈ ടാൻ എക്സിനെ കൊണ്ടുവരിക. അപ്പോൾ ടാൻ എക്സ് ഡി എക്സ്, ഈ ഡി എക്സ് അതുപോലെ എഴുതി. ഇനി ഈ ടാൻ വൈനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് sec സ്ക്വയർ വൈ. ഇനി ഇതിന് താഴെ എന്താ കൊണ്ടുവരേണ്ടത്, ഈ ടാൻ വൈനെയാണ്, ടാൻ വൈ ഇവിടെ ഡി വൈ എന്ന് വരും. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, എക്സിനെ എല്ലാം ഒരു ഭാഗത്തേക്കും വൈനെ എല്ലാം ഒരു ഭാഗത്തേക്കും മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും കൊടുത്താൽ ഇൻ്റഗ്രൽ sec സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് പുറത്തേക്ക് മൈനസ് sec സ്ക്വയർ വൈ ബൈ ടാൻ വൈ ഡി വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, നമ്മളൊരു സംഭവം പഠിച്ചിട്ടില്ലേ, എന്താണ് ഇൻ്റഗ്രേഷനിൽ ഈ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ sec സ്ക്വയർ എക്സ്. അതായത് ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ് നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ താഴെയും അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുമാണെങ്കിൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ആണ് അതിൻ്റെ വാല്യൂ എന്ന്. ഇവിടെ ടാൻ എക്സ് ആണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ എക്സ്. അതുപോലെ ഇവിടെ ടാൻ വൈ ആണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ വൈ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താ വരിക, ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി, ഇവിടെ ലോഗ് മോഡ് ടാൻ വൈ പ്ലസ് സി എന്നാ തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം,
അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെക്കണം. ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലോഗ് മോഡ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് ലോഗ് മോഡ് ടാൻ വൈ പ്ലസ് ഈ രണ്ട് സൈഡും ലോഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ലോഗ് സി എടുക്കാം. ഓക്കെ, ഇവിടെ രണ്ട് സൈഡും ലോഗ് ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ലോഗ് സി എടുക്കാം. അത് നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ മൈനസ് ലോഗ് ടാൻ വൈനെ ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ലോഗ് മോഡ് ടാൻ വൈ ഇസ് ഈക്വൽ ടു ലോഗ് സി എന്ന് കിട്ടും. ഇനി ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ഇൻറ്റു ബി. അപ്പോൾ ലോഗ് മോഡ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് സി എന്ന് കിട്ടും. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ലോഗ് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുക്കണം. അതായത് ഇതെന്താവും? ഇ റേസ് ടു ലോഗ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്നാവും. ഇവിടെയും ഇ റേസ് ടു ലോഗ് സി എന്നെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പോണൻഷ്യലും ലോഗും കൂടെ കട്ടായി പോയിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഇസ് ഈക്വൽ ടു എന്താ പറയുക? സി കോൺസ്റ്റൻ്റ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.